വരണം. എത്ര കാലായി കണ്ടിട്ട്, ഞങ്ങളൊക്കെ മറന്നോ? അതിന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോടാ, നല്ല ചോദ്യം. ഇഞ്ചക്കാട്ടിന് സ്ഥിരമായിട്ട് തുണി എടുക്കുന്നവരെ തിരിച്ചറിയാൻ മത്തായിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അയ്യോ, അത് നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ. ആദ്യമായിട്ട് വരുന്നവർക്കും സ്ഥിരമായിട്ട് വരുന്നവർക്കും ഇവിടെ തുല്യ പരിഗണനയാ, ഇല്ലേ അപ്പച്ചാ? പിന്നെ കല്യാണ ഡ്രസ് എടുക്കാൻ വന്നായിരിക്കും. അതെ. നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞാൽ മതി. കല്യാണ സാരികളുടെ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ. ഇന്ന് രാവിലെയാ പൊട്ടിച്ചത്. ഇന്ന് 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 കാലത്ത് വന്ന് എന്നാ കല്യാണം? 10-ാം തീയതി. അയ്യോ, അപ്പൊ വളരെ അടുത്തല്ലോ. കറിയാച്ചാ, ആ ഫ്രഷ് സ്റ്റോക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ കല്യാണ സാരികളുടെ. എന്നാട്ടെ അപ്പച്ചാ, ഈ പഴയ ടൈപ്പ് സോപ്പിടല് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെലവാവില്ല. ഒറ്റ പൊട്ടിക്ക് വെച്ചെന്നുണ്ടല്ലോ. നീ മത്തായിനെ തുണിക്കച്ചവടം പഠിപ്പിക്കാൻ വരിക. ഓനെ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കലടാ. പെയിന്റ് അടിച്ചാൽ എന്താ? അതെ, ഐസ് കട്ടയിലും കൂടെ പിടിക്കുന്ന ഒരുതരം സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ ആ പെയിന്റ് ഞാൻ നിന്റെ തലയിലടിക്കാൻ. വേണ്ട, അപ്പച്ചന്റെ തലയിൽ ഒഴിച്ചു തരാം. നീ എന്താ കളിക്കുന്നത്? നീ എന്താ കൊഞ്ചാൻ വരാൻ? ഇവിടെ ആൾക്കാർ പീഡിയാണ്. കച്ചവടം നടക്കുന്ന സമയത്ത് കടയിൽ വെച്ചാണോ? നീ പോടാ അവിടുന്ന്. ഞങ്ങൾ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. അല്ല മോനെ? പിന്നല്ലാതെ, ഇറ്റാന് ക്യാഷ് എണ്ണി പെട്ടിക്കകത്ത് ഇട്ടോണ്ടിരുന്നാൽ മാത്രം മതിയല്ലോ. നമുക്കതാണോ? പിന്നെ ഞാൻ ബാങ്കിൽ പോവാ. കൗണ്ടർ വാങ്ങിക്കണം. ഓ, ഞാൻ കൗണ്ടറിലിരുന്നോ? അയ്യോ, നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ല. അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പോടാ പോടാ. അവിടെ ബില്ല് കിട്ടിയോ? ആ